ഹലോ ഗൈസ്, വെൽക്കം ടു ജിജേവേഴ്സ്. ദിസ് ഇസ് പി ജിജെ. ഇന്ന് നമ്മൾ ഐഡന്റിറ്റി മൂവിയുടെ റിവ്യൂയിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. സോ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ ഐഡന്റിറ്റിയിലേക്ക് പോകാം. ഐഡന്റിറ്റി 2025 ഇറങ്ങിയ ആദ്യത്തെ മലയാള സിനിമയാണ്. ടൊവിനോ തോമസ് നായകനായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഫോറൻസിക് ടീം ഡയറക്റ്റ് ചെയ്ത സെയിം ടീം തന്നെയാണ് അഖിൽ അനസാദ്. സെയിം ടീം തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. റൈറ്റിങ്ങും ഡയറക്ഷനും അവർ തന്നെയാണ്. ഫോറൻസിക് സിനിമ നമുക്കറിയാവുന്നതാണ്. ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുവരും. വളരെ ഒരു ത്രില്ലിംഗ് ആയ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ത്രില്ലിൻ്റെ എലമെൻറ്റ് കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഫോറൻസിക് നമ്മൾ കണ്ടിട്ടുള്ളത്. സെയിം രീതി തന്നെയാണ് ഐഡന്റിറ്റി. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിട്ട് എൻഗേജ് ചെയ്ത് ഇങ്ങനെ പോയി എന്നിട്ട് ഇൻ്റർവെല്ലിൽ നിന്നിട്ട് ഒരു കിടിലം സാധനം പറഞ്ഞാണ് അവർ ഇൻ്റർവെല്ലിൽ നിർത്തുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഫുൾ മീറ്റർ അങ്ങ് താഴ്ന്നിട്ട് ആ ഒരു ഫുള്ള് ഇത്രയും നേരം കാണിച്ചത് എന്തിനു വേണ്ടി എന്നുള്ളൊരു വേസ്റ്റായിട്ടൊരു സാധനമാണ്. കഥയെ പരസ്പര ബന്ധമില്ലാത്തൊരു സാധനത്തിലേക്ക് അങ്ങ് പോവുകയാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂർ 40 മിനിറ്റ് അടുപ്പിച്ചുണ്ട്. സോ ഒത്തിരി വലിയൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫിലെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്രൈം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രൈമിൻ്റെ പ്രധാന വിറ്റ്നസ് ആയിട്ടുള്ള ആളാണ് തൃഷ. അപ്പോൾ തൃഷയുടെ ക്യാരക്ടർ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ ഇതൊന്നുമില്ല. സോ ആ ക്രൈമിൻ്റെ പ്രധാന ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഓഫീസറായിട്ട് വരുന്ന ഒരാൾ നമ്മുടെ വിനയ് റോയ് ആയിട്ട് വരുന്ന പുള്ളിയാണ്. അദ്ദേഹമാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നല്ല പേഴ്സണാലിറ്റി, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളാണ്. നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ദെൻ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളായിട്ട് അജു വർഗീസ് വരുന്നുണ്ട്. സ്കെച്ച് ആർട്ടിസ്റ്റായിട്ട് വരുന്ന ആളാണ് ടൊവിനോ തോമസ് ചെയ്തിരിക്കുന്നത്. വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് ഹരൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. എനിവേസ് അങ്ങനെ ടൊവിനോ വരുന്നത്. പിന്നെ കുറേ നാളിന് ശേഷം അർച്ചന കവിയെ ഒരു മുഴുനീള വേഷത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഷമി തിലകൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അറിയപ്പെടുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. സോ ഈ മൂവിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും ഇങ്ങനെ സ്ഥിരമായിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരാളും സെക്കൻഡ് ഹാഫ് ഒരാളും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫോറൻസിക്കിൻ്റെ സെയിം പാറ്റേൺ ആണ്. ഫോറൻസിക്കിൽ എന്ത് പറ്റിയോ അതേ സാധനം തന്നെ ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി സ്കെച്ച് ആർട്ടിസ്റ്റ് ടൊവിനോ വന്നിട്ട് പിന്നെ കുറച്ച് എൻഗേജിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് ഹാഫായിട്ട് ഒരു ബന്ധമില്ലാതെ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു പ്ലോട്ടിൽ നിന്ന് നന്നായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ എന്തോ ഒരു പ്ലോട്ടിലേക്ക് പോകും. പിന്നെ ഒരു ബന്ധമില്ലാത്തൊരുത്തനൊക്കെ വന്ന് ഹാക്കറായിട്ട് ഇരിക്കുന്നതാണ്. എനിക്കതൊരു രീതിയിലും എന്താ പറയുക, ഒരു ഇൻവോൾവ്മെൻറ്റ് തോന്നിയില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് പോസിറ്റീവ്സ് എടുത്ത് പറയാനുണ്ട്. ഒന്ന്, ഇതിനകത്ത് ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്ക് ഒരു എയർപ്ലെയിനിലൊരു സീക്വൻസ് ഉണ്ട്. അത് വളരെ വെല്ലായിട്ട് ഷോർട്ടായിട്ടുള്ളൊരു സീക്വൻസാണ്. ഭയങ്കര ഭംഗിയായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ടൊവിനോയെ ഇതിൽ വളരെ ഭംഗിയായിട്ട് ആ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നടപ്പാണെങ്കിലും ആക്ഷൻ സീൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വിനയ് റായ് സ്ഥിരം പാറ്റേൺ തന്നെ, സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന, വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന പുള്ളിയുടെ ഒരു സ്ഥിരം വേഷമുണ്ട്. അത് തന്നെയാണ് ചെയ്തു നിൽക്കുന്നത്. അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സിനിമ കണ്ടിരിക്കാം. പിന്നെ ഈ സിനിമയുടെ കുറച്ച് പോസിറ്റീവ് സൈഡ്സ് നമുക്ക് പറയാനുണ്ട്. ഇതിനൊരു ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഒരു ഹൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹൈ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിനകത്തൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസീസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഐഡന്റിറ്റി എന്നുള്ള പേര് വളരെ എന്താ പറയുക, സിനിമ ക്യാപ്റ്റ് ആവുന്നത് ആ ഡിസീസായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ്. നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരുപാട് സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് ഇവർ സിനിമ ചെയ്യുന്നത്. ഫോറൻസിക്കിലാണെങ്കിലും ഇപ്പോൾ ഈ അനസിൻ്റെ ആ ഒരു കൂട്ടായ്മയിൽ അവർ വന്നിട്ടുള്ള സിനിമയിൽ അവർ ചെയ്തിരിക്കുന്ന ഫോറൻസിക്കിലും ഇതേപോലെ തന്നെ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസ് ഒരുപാട് യൂസ് ചെയ്തിട്ടാണ് അവർ ആ സിനിമ ചെയ്തിട്ടുള്ളത്. ഇതിലും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൽ ടെക്നിക്കൽപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, പിന്നെ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരുപാട് കേസ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരുപാട് റിയൽ ലൈഫ് ഇൻസിഡൻസ് അതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ച് പോകുന്നുണ്ട്. നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത സ്കെച്ച് ആർട്ടിസ്റ്റുകളുടെ കഥ, പിന്നെ അതല്ലാതെ ഒരു തരം ബ്രെയിനിന് വരുന്ന ഒരു പ്രത്യേകതരം ഒരു ഡിസീസ്, അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. VFX വർക്കൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, അജു വർഗീസ് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മറ്റേതോ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്ക് മീശ ആവശ്യമുണ്ട്. ഇതിലാണെങ്കിൽ ഏതൊരു സീനും മീശ ഇല്ലാതെ കാര്യം അഭിനയിക്കുകയും ചെയ്തു. സോ ഒരു കാര്യമില്ലാതെ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി മാത്രം ഇദ്ദേഹത്തെ കൊണ്ട് ആ മീശ ഇല്ലാതാക്കാൻ വേണ്ടി മീശ വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു VFX ചെയ്ത് ആ മീശ മാറ്റിയിട്ടുണ്ട്. വളരെ അരോചകമായിരുന്നു. നമ്മുടെ ജസ്റ്റിസ് ലീഗിൽ സൂപ്പർമാൻ്റെ മുഖത്ത് വെച്ച അതേ പരിപാടി തന്നെയാണ്. മീശ ഉണ്ടായിട്ട് മീശ ഇല്ലാതാക്കാനുള്ള അത് സിനിമയിൽ ത്രൂ ഔട്ടുണ്ട്. ഒരുപാട് സീൻസിൽ അതുണ്ട്. അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും അത് അങ്ങനെ ഒരു പരിപാടി ചെയ്തിരിക്കുകയാണെന്നുള്ളത്. കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഭയങ്കര മോശം VFX വർക്കായിപ്പോയി. അല്ലാതെ ഇതിൽ പ്ലെയിൻ്റെ സീക്വൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള VFX വർക്കും കാര്യങ്ങളൊക്കെ വളരെ ബ്രില്യൻ്റാണ്. പിന്നെ ഇതിനൊരു ഫേസിനെ വെച്ചിട്ടൊരു ഫേസിലൊരു പ്രത്യേക സാധനം വരുന്നൊരു VFX വർക്ക് വരുന്നുണ്ട്. അതും നല്ല എന്താ പറയുക, ഒരു ക്രീപ്പി ഫീൽ വരുന്നൊരു VFX വർക്കായിരുന്നു. സോ മൊത്തത്തിലെടുത്ത് പറയാനാണെങ്കിൽ സിനിമ ഒരു നല്ല സിനിമയാണ്. 2025 തുടങ്ങാനായിട്ടൊരു നല്ലൊരു തുടക്കം തന്നെയാണ്. ടൊവിനോ ഫുൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കിട്ടില്ല ക്യാരക്ടർ തന്നെയാണ് ടൊവിനോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് ഒരു ഒബ്സസീവ് കൈൻഡ് ഓഫ് ഒരു ഡിസോർഡർ, എന്താ OCD എന്നൊക്കെ പറയുന്ന പോലെ അടുക്കി പറക്കിയൊക്കെ സൂക്ഷിക്കുന്നൊരു ക്യാരക്ടറാണ്. അതൊക്കെ അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
സോ മൊത്തത്തിൽ എനിക്കൊരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പക്ഷേ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു ലാഗും ആ ഒരു എഴുച്ചിലും ഒക്കെ കൊണ്ട് സിനിമ ഒരു എന്താ പറയുക ഒരു എബോവ് ആവറേജ് എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. സോ നമ്മൾ 5 ഒരു റേറ്റിംഗ് കൊടുക്കാനാണെങ്കിൽ ഒരു 2.5 3 ഓക്കെ ലെറ്റ്സ് ജസ്റ്റ് 3 റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയൊരു സിനിമയാണ്. സോ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ അതേ അഭിപ്രായമായിരിക്കാം, അല്ലെങ്കിൽ മറ്റഭിപ്രായങ്ങളുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJBus എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അട്ടിച്ചപ്പൊളിച്ച് ഈ വർഷം ആഘോഷിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ ജിജോ സൈനിങ് ഓഫ്. ബൈ.